ആലപ്പുഴയില് കൊറേ ഡിഫറെന്റ് മലയാളമാണ്. വേറെ എന്തൊക്കെയാ ഡിഫറെന്റ് മലയാളം ഇതേപോലെ? വലിയല്ല പറയണത്, വലിയിടും. നിങ്ങൾ പറഞ്ഞ അതല്ല. അതല്ല, അങ്ങനെ പറയത്തില്ല. ആലപ്പുഴയില് പൊരയിടുന്നുണ്ട്. ഇതൊക്കെയാണോ എന്റെ അമ്മ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്? വളയല്ല പോറിയാണ്. ആണ്, നിങ്ങളത് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല. ഇവരൊരു കാര്യം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായില്ല വലി എന്നതാണ്. ആലപ്പുഴയിൽ എങ്ങനെയാ? ആലപ്പുഴയില് വളയല്ല പോറിയാണ്. ആണ്, നീ ഒന്നുകൂടി പറയണ്ട. കുഴപ്പമില്ല, നല്ലതാ. ഞാൻ ആദ്യമായിട്ട് വലി കേട്ടത് നിങ്ങളുടെ നീ ആദ്യമായിട്ട് വളി കേട്ടത് എന്റെ കയ്യിൽ പറയേണ്ടത്. നമ്മൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ച് നീ കേട്ട വാക്കാണ് വളി. നീ എന്റെ വളയല്ല കേട്ടത്. അങ്ങനെ നശിപ്പിച്ചു ഇന്റർവ്യൂ. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ആ വളി എന്ന് പറഞ്ഞ വാക്ക് കേട്ടത് ഫസ്റ്റ് നിങ്ങളെ ഞാൻ കേട്ടത് അല്ല. അങ്ങനെയാണോ ഓർത്തത്? ആദ്യമായിട്ട് കേട്ടത് ആര്യന്റെ അടുത്തുനിന്നാണോ? കേട്ടില്ല, അത് ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും. അങ്ങനെയല്ല പറയേണ്ടത്, അതുമല്ല പറയേണ്ടത്. മനസ്സിലാക്കി ആരെങ്കിലും ആര്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞങ്ങളുടെ ആലപ്പുഴയില് ഈ വേർഡേ ഇല്ല, ഈ വാക്കേ ഇല്ലേ? എനിക്ക് ആലപ്പുഴക്കാർ അവരൊക്കെ അറിയാലോ. പൊരി ആണ് ആണല്ലേ? ആണ്, നിങ്ങൾക്ക് അറിയത്തില്ല. അയ്യോ, ഇത് ചെലപ്പം ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഇതൊക്കെ റോളിങ്. അയ്യോ, നല്ലതാ, അത് കുഴപ്പമൊന്നുമില്ല. മനുഷ്യരല്ലേ, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും എന്റെ ആര്യ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. മുംബൈന്ന് കേരളത്തിലോട്ട് ഒരാൾ വരുമ്പോ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അയ്യോ, ഇതിന് ആരൊക്കെ പഠിപ്പിച്ചത്? ഞാനല്ലാട്ടാ. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. പഠിപ്പിക്കാനല്ല പഠിപ്പിച്ചത്, പക്ഷെ അവൻ പറഞ്ഞപ്പോ ഞാൻ പഠിപ്പിച്ചു പോയി. പഠിച്ചു. വേറെന്തൊക്കെയാ ആര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ള വാക്കുകള്? ഇങ്ങനെ ഓർത്താ കൊറേ വേർഡ്സ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവന്റെ വായില്. പൊതുവേ അത് നല്ല, അത് പൊതുവേ കേൾക്കാറുണ്ടെന്നായിരിക്കും. ചീത്ത വാക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നോ? ചീത്ത വാക്കെല്ലാം അക്ബറാണ് ഇവൻ. എന്താ പഠിപ്പിച്ചത്? അത് പറഞ്ഞു മതിയായി, ആ തെറികൾ പറയണ്ട. ഞാൻ വെച്ചിപ്പോ പറയുന്നു. അടിപൊളി. ജിസേലിന്റെ മലയാളം ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ ഒരു പ്രത്യേക ഒരു രസമായിട്ടുണ്ട്. നമുക്ക് ജിസേലിനെ കൊണ്ട് കുറച്ച് മലയാളം ഡയലോഗ്സ് പറയിപ്പിച്ചാലോ? ഫസ്റ്റ് ഡയലോഗാണ്. ആര്യൻ കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ ഇതാണ്. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ഇത് ഇവനെ പറയാൻ പറ്റത്തില്ല. പറഞ്ഞു. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാണോടാ നിന്റെ കളി. ഓക്കെ, അടിപൊളി. നെട്ടൂരാനോടാണോടാ ഇങ്ങനെ ഒരു വേർഡ്. നെട്ടൂരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സന്റെ പേരാണ്. മോഹൻലാലിന്റെ ഒരു മൂവിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗാ. അപ്പോൾ ആ ക്യാരക്ടറിന്റെ പേരാണ് നെട്ടൂരാൻ. അപ്പൊ അവര് ചോദിക്കുകയാണ്, ആർ യു പ്ലേയിങ് വിത്ത് നെട്ടൂരാൻ? നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നിന്റെ കളി. അഞ്ചെണ്ണം പറയിപ്പിക്കാം. പറയാൻ അറിയാപ്പോ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. പട്ടു പച്ച ചക്ക. പത്തു പച്ച ചക്ക. സോറി, 10 പച്ചച്ചക്ക. അല്ല, മലയാളമായിരുന്നു. സോറി. മൂന്നാമത്തെ, വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി. വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി. ഈസി. ഇതാര് തച്ച സഞ്ചി? ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് സഞ്ചി? ഇത് ചന്ദ്രന് ചന്തി സഞ്ചി. ഇതാര് തച്ച സഞ്ചി? തച്ച് മീൻസ് തയ്ച്ചത്. ഇതാര് തച്ച സഞ്ചി? ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി.
ഇതാര് ടച്ച് സഞ്ജി, ഇത് ചന്ദ്രൻ ചന്ദ്രയിൽ ടച്ച് സഞ്ജി. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഏറ്റവും വലിയ എല്ലാവരുടെയും ഡൗട്ട് ആര്യൻ ജിസേൽ ഫ്രണ്ട്ഷിപ്പ് അതൊരു ലവ് റിലേഷൻഷിപ്പ് ആകുമോ എന്നുള്ളതാ. എപ്പോഴെങ്കിലും നിങ്ങൾ കമ്മിറ്റഡ് ആകുമോ? അങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. നോട്ട് ലൈക്ക് വി ഡോണ്ട് നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ ആണ്. നമുക്കിങ്ങനെ ലവ് ആയി. ബട്ട് നിങ്ങൾ രണ്ടാളും നല്ല പേരാണ് കാണാൻ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പിന്നെ റീൽസ് കാണാറുണ്ട്. ജിസിയാൻ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. ജിസേലിന്റെ ലോക്കറ്റിൽ ഒരു എ ഉണ്ടല്ലോ, അതേതേയാ? അത് ഫാദറിന്റെ പേരായിരുന്നു. ഡാഡിന്റെ ആണ്, അശോക്. അശോകാണ് ഫാദറിന്റെ പേര്. അതിന്റെ ഒരു എ ആണ് ലോക്കറ്റ്. അതൊന്ന് പറയാനായിട്ട് ഇത്തിരി ടൈം എടുത്തു. നിങ്ങൾ കണ്ടില്ല? വീടിനകത്ത് വീട്ടിന്റെ അകത്തുണ്ടോ? എപ്പോഴും ആ ലോക്കറ്റ് ഇടും. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു AK എന്ന് പറഞ്ഞ ടാറ്റവും ഉണ്ട്. അപ്പൊ അതും ആര്യനാണ്. 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനീഷായിട്ട് കൂടുതലും കണക്റ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ ജിസേല്. ലൈക്ക് കമ്പാരിറ്റീവ്ലി അനുമോളെക്കാളും കുറച്ചുകൂടെ അനീഷായിട്ടാണല്ലോ. അപ്പം അനീഷ് വിൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. ബിക്കോസ് അനീഷ് ചേട്ടൻ നല്ല മനുഷ്യനായിരുന്നു. വിൻ ചെയ്താൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഐ വുഡ് ബി വെരി ഹാപ്പി ഫോർ ഹിം. പക്ഷേ ഐ തിങ്ക് ഹി വിൽ ബി വിന്നർ ഇൻ റിയൽ ലൈഫ്. ബിക്കോസ് ആൾക്കാരുടെ മനസ്സ് ലൈക്ക് എങ്ങനെ പറയാനാണ്, he's won everybody's heart, അല്ലേ? ഹൃദയം ജയിച്ചു. പിന്നെ he deserves all the prizes that he's getting, you know, some like that he got 10 lakh. Oh yes, അത് ഭയങ്കര കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭയങ്കര ഡിസേർവിംഗ് ഒരാളെ 10 ലക്ഷം കൊടുത്തു. And I'm very happy about that. പിന്നെ ആരെങ്കിലും ഈ ഷോ കാണുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടമാരെ നോക്കിയിട്ട് എന്തെങ്കിലും തന്നേക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 10 ലക്ഷം രൂപ വെറുതെ, 10 ലക്ഷം ഒരു 5,000 മതിയല്ലേ? നമ്മള് പാവം, നമ്മള് കോമണസ് ആട്ടോ. അയ്യോ, ഈ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ്സ് ഒക്കെ അല്ലാതെ കിട്ടി കാണൂലേ? ഫാൻസിന്റെ ഒക്കെ ഗിഫ്റ്റ് അല്ല, ഫാൻസ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ എന്തെങ്കിലും? Oh yeah, like for those cute photo frames and like very like watches. Yeah, very thoughtful gifts. Very nice gifts. അതെ. ഏറ്റവും നിങ്ങൾക്ക് രണ്ടാളും കൂടെ ഒന്നിച്ച് തന്നൊരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ്? ഒന്നിച്ചു ഇതുവരെ ഒന്നും കൊടുത്തില്ല. ഒന്നിച്ച് കൊട് ഒന്നിച്ച് തരാനായിട്ട് ഗിഫ്റ്റ് കൊടുക്ക്. Yeah, I think thoughtful gifts are so cute. Yeah, very important. അതെ. അപ്പൊ എന്തായാലും കുറെ പേര് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരട്ടെ. നമ്മളിപ്പോ തമാശക്ക് പറഞ്ഞാലും കുറെ പേര് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഇവരെ ഒന്ന് കണക്ട് ചെയ്യാന്നൊക്കെ കരുതിയിട്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ മെസ്സേജസ് ഒക്കെ ഒരുപാട് വരാറുണ്ടായിരിക്കുമല്ലോ. ആക്ച്വലി ഇമെയിലിലാണ് ബെറ്റർ. അത് DMs ചെക്ക് ചെയ്ത് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. Also like his team is handling his Instagram, my team has my Instagram password, so not always ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇമെയിൽ ID ഉണ്ട്, അതിന്റെ ഇമെയിൽ വെച്ചാൽ ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും.